ഇനു ഇവിടെ സംഭവിച്ചത് ഇപ്പോൾ സുരഭിയുടെ അനുഭവം അതൊരു ഒറ്റപ്പെട്ട സംഭവമായിരിക്കില്ല. ഇങ്ങനെ സംസ്ഥാന വ്യാപകമായി ഇത്തരത്തിൽ സംസ്ഥാനത്തെ ഏതാണ്ട് എല്ലാ ഒട്ടുമിക്ക ഡാൻസ് ടീച്ചേഴ്സിനെ ഇവർ ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. എത്ര വേഗമാണ് ഈ തട്ടിപ്പ് ഇവരുടെ തലയിൽ അടിച്ചേൽപ്പിക്കാനായതല്ലേ? ഇതിപ്പോൾ സുരഭിയെ പോലെയുള്ളവർ ഇത് സധൈര്യം വന്ന് പറയുന്നു. ഇതിനകത്ത് എനിക്കറിയാൻ കിട്ടിയ ചില ടീച്ചേഴ്സ് കുട്ടികളെ പ്രൊവോക്ക് ചെയ്ത് കൂടുതൽ പൈസ വാങ്ങിച്ചതായിട്ടും ഇതിനകത്തുണ്ട് കേട്ടോ. അവരൊന്നും ഇത് പുറത്ത് വരത്തില്ല. കാരണം ഇതിനകത്ത് ഡാൻസേഴ്സ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അത് പറയുന്നതിൽ ഒരു മടിയില്ല. ഈ 12,500 പേരും ഡാൻസ് പഠിച്ചതാണെന്നോ അല്ലെങ്കിൽ ഭരതനാട്യത്തെക്കുറിച്ച് ശാസ്ത്രീയമായി ഒരു 10 ക്വസ്റ്റ്യൻ ചോദിച്ചാൽ പറയാൻ അറിയാത്തവർ തന്നെയാണ് അതിനകത്തുള്ള പകുതി പേരും. സുരഭിയൊക്കെ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഓതൻറ്റിക്കായിട്ട് പഠിച്ചിട്ടുള്ളവരാണെന്ന് എൻ്റെ തോന്നൽ. കുട്ടിക്കാലം മുതലായിട്ട് വേണ്ടത് പഠിച്ചിട്ടുള്ളതാണ്. അവർ വലിയൊരു സ്കൂൾ നടത്തുന്നുണ്ട്, പല പ്രോഗ്രാംസും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരക്കാർക്ക് ഇതൊരു വലിയ വിഷമമാണ്. പിന്നെ ഒരു കാര്യമുണ്ട്, മലയാളത്തിലൊരു ഇത് പറയുന്നുണ്ട്, മുഞ്ചിറ എന്ന് പറയുമ്പോൾ ആന മുമ്പോട്ടെന്ന് പറയും. അതായത് അവിടെ കരിമ്പാണ് എന്ന് പറഞ്ഞ പോലെ മലയാളി ഇത്തരം എന്ത് കേട്ടാലും ഭവിഷ്യത്തിനെ കുറിച്ച് ആലോചിക്കാതെ ചാടി അങ്ങ് ഇറങ്ങിയിട്ട് പിന്നീട് നമ്മളിത് പറയുന്നതിനകത്ത് ഒരു കാര്യമില്ല. പക്ഷേ എനിക്കിതിനകത്ത് ഏറ്റവും വേദന തോന്നിയത് ദിവ്യ ഉണ്ണി ഇന്നലെ രാത്രി അമേരിക്കയിലേക്ക് പോയി. ആ MLA ഒന്ന് പോയി ആശുപത്രിയിൽ പോയി ഒന്ന് കണ്ട് ആശ്വസിപ്പിക്കുക. അതൊക്കെയല്ലേ മനുഷ്യത്വം എന്ന് പറയുന്നത്. അത് ചെയ്യാതെ അവർ ഇവിടുന്ന് പോയി. ചോദ്യം ചെയ്യുമെന്ന് പോലീസ് നേരത്തെ പറഞ്ഞിരുന്നു. എവിടുത്തെ അമേരിക്കൻ പോലീസ് ചോദ്യം ചെയ്യുമോ എനിക്കറിഞ്ഞൂടെ, ഇത് എപ്പോൾ ചോദ്യം ചെയ്യാൻ പോകുന്നു. അപ്പോൾ ഇതിൻ്റെ പിന്നിലൊക്കെ കുറേ കളികളുണ്ട് എന്ന് തന്നെയാണ്. നോക്കൂ, പലരും ഇതുമായി ബന്ധപ്പെട്ട് എന്നെ വിളിച്ചപ്പോൾ പറയുന്നതെന്ന് വെച്ചാൽ, ഈ നമ്മൾ നോക്കുന്ന ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളം പോകുമ്പോഴല്ല, അങ്ങ് കാസർഗോഡ് നിന്ന് വരെയും വന്നവർക്ക് അക്കോമഡേഷൻ ഇല്ല, അവർക്ക് ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ഇല്ല, അവർക്കൊരു കുപ്പി മിനറൽ വാട്ടർ പോലും ഇത്രയും രൂപ മേടിച്ചിട്ട് കൊടുത്തിട്ടില്ല. അതിലുപരി കളിക്കുന്ന കുട്ടികളുടെ ഇടയിൽ അവരവർ കൊണ്ടുവന്ന പെട്ടികൾ വെച്ചിരിക്കുകയാണ്. അത് ചില ചാനലുകൾ കാണിക്കുന്നുണ്ട്. ഒന്ന് ആലോചിച്ചു. അതുപോലെ അവർക്കൊരു സ്ഥലമില്ല അല്ലേ? അതുപോലും കൊടുത്തില്ല. അവർ നോക്കൂ, പെൺകുട്ടികളാണ്, അവർക്ക് ടോയ്ലറ്റിൽ പോകാനുള്ള സൗകര്യം അറേഞ്ച് ചെയ്യുക. അതായത് ഏതൊക്കെ രീതിയിൽ ഇതിൽ പൈസ വെട്ടിക്കാമോ അതിന് തെളിവല്ലേ കസേരയുടെ മുകളിൽ ഒരു സ്റ്റേജ് കെട്ടുക. ചരിത്രത്തിൽ കേട്ടിട്ടുണ്ട്, പ്ലാസ്റ്റിക് കസേരയുടെ മുകളിൽ സ്റ്റേജ് കെട്ടി. അങ്ങനെയല്ലേ ഉമാ തോമസ് മാഡം വീണത്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇത്രയും ക്രൗഡിന് ഇത്രയും പോലീസ് മതിയോ? അപ്പോൾ അവിടെയും ലാഭിച്ചു, നിസ്സാര പോലീസുകാരെ കൊണ്ടുവച്ചു, ഒരു ഡോക്ടറില്ല. പക്ഷേ ആ മാഡം വീണപ്പോൾ അത് സ്റ്റോപ്പ് ചെയ്തിട്ട് ഇവിടെ ഡോക്ടേഴ്സ് ആരെങ്കിലും ഉണ്ടോ എന്ന് മൈക്കിൽ കൂടെ ചോദിച്ചിട്ട് വന്നിട്ട് അവരെ സ്ട്രെച്ചറിൽ കയറ്റി കൊണ്ടുപോകാനുള്ളതിന് പകരം മനുഷ്യത്വത്തിൻ്റെ പുറത്തായിരിക്കാം കുറേ പേര് വന്ന് കാലിലും തലയിലും പിടിച്ചപ്പോൾ അവരുടെ റിബ്സ് ഒടിഞ്ഞിരിക്കുകയാണെന്നുള്ളത് അവർക്ക് മാത്രമേ അറിയാവുള്ളൂ. എന്തൊരു വേദന സഹിച്ചിരിക്കും ആ സ്ത്രീ ഇല്ലേ? ഇവിടെ മാത്രമേ ഇതൊക്കെ നടക്കുകയുള്ളൂ. ഇതൊക്കെ നിയമത്തിൽ കൊണ്ടുവരേണ്ട കാര്യമാണ്. ഞാൻ ചോദിക്കട്ടെ, ക്രിക്കറ്റൊക്കെ കളിക്കുമ്പോൾ ഇവിടെ എന്താണ് വേദിയിലെല്ലാം അറേഞ്ച് ചെയ്യുമ്പോൾ എന്തുകൊണ്ട് 25,000-50,000 പേര്? കുസാറ്റിൽ കുറച്ചാൾ മുമ്പ് 5 കുഞ്ഞുങ്ങൾ മരിച്ചിട്ട് അധിക നാളായില്ല. അന്നിവിടെ ഇതൊക്കെ നിയമം കൊണ്ടുവരുമെന്ന് പറഞ്ഞു. ഇപ്പോൾ സംസ്ഥാന സ്കൂൾ ദിനോത്സവം അടുത്ത ആഴ്ച തുടങ്ങുമ്പോൾ മന്ത്രി എന്താ പറഞ്ഞിരിക്കുന്നത്? പ്രതിഷേധിക്കുന്നവർക്കെതിരെ അതിശക്തമായി നടപടിയെടുക്കും. ബഹുമാനപ്പെട്ട മന്ത്രിയോട് എനിക്കൊന്ന് പറയാനുള്ളൂ, താങ്കൾ മുണ്ടും എടുത്തെടുത്ത് അസംബ്ലി ഹാളിൽ മേശപ്പുറത്ത് കയറി കമ്പ്യൂട്ടർ അടിച്ച് പൊട്ടിച്ചിട്ട് പ്രതിഷേധിക്കാൻ അവകാശമുള്ളൊരു നാടാണ്. അങ്ങനെ പ്രതിഷേധിക്കാതിരുന്നാലുള്ള കുഴപ്പം ഇപ്പോൾ ജഡ്ജസിന് ഉറപ്പായി. ഇനി എനിക്കൊരു പ്രശ്നം ഉണ്ടാവില്ല, എനിക്ക് തോന്നിയവർക്ക് മാർക്ക് കൊടുക്കുക. അപ്പോൾ കലയെ നശിപ്പിക്കുന്ന ഒരു പ്രവണത ദയവ് ചെയ്ത് ഈ പറഞ്ഞ പോലെ ഭരതനാട്യം, മോഹിനിയാട്ടം എന്നൊക്കെ പറയുന്നത് നമ്മുടെ ട്രഡീഷണലായിട്ട് നമ്മുടെ ഭാരത സംസ്കാരമാണ്. അതിനെ ഇത്തരത്തിൽ ഗോഷ്ടി കാണിക്കാൻ വേണ്ടി ഉപദ്രവിക്കുന്നതിനോട് എനിക്ക് നേരത്തെ ഞാനൊരു വീഡിയോ ഇത്രയും മുമ്പ് ഞാൻ കണ്ടായിരുന്നു. ഒരു സനുഷ ദയാൽ എന്ത് രസമായിട്ട് നാരായണ ഗുരു അദ്ദേഹത്തിൻ്റെ ഒരു കവിതയെ ബേസ് ചെയ്തിട്ട് 6,000 കുട്ടികൾ മോഹിനിയാട്ടം അതൊന്ന് കാണിക്കണം. ശരിക്കും അത് കഴിഞ്ഞ 4 വർഷം എന്തൊരു പെർഫെക്ഷനാണ് അത് കാണിച്ചിരിക്കുന്നതെന്ന് അറിയാമോ? അതൊക്കെയാണ് യഥാർത്ഥ ഡെഡിക്കേഷൻ ആ കലയോടുള്ളത്. ഇല്ല, ഇത് പണമുണ്ടാക്കാനുള്ളൊരു മാർഗം. ഇതിപ്പോൾ പിടിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ 2025 മാർഗം കളിയായിട്ട് വന്നേനെ പൈസ. തീർച്ചയായും.